ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന നല്ല അടിപൊളി മാമ്പഴ വട്ടയപ്പാട്ടാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? അതിനിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു 5-6 മാമ്പഴം, നല്ലതുപോലെ പഴുത്ത മാമ്പഴമാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെത്തിയെടുത്തിട്ട് വരാം. ചെത്തിയെടുത്ത മാമ്പഴം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടേക്ക് ഇട്ട് പൾപ്പാക്കി എടുക്കാം. അങ്ങനെ ഞാൻ പൾപ്പാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ഇന്ന് തലേദിവസം ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്, കാരണം നാളെ ഞാനിത് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തത് ഭയങ്കര കട്ടയാണ്. അപ്പോൾ ഒരു 1-1.5 മണിക്കൂർ മുന്നേ എന്തായാലും എടുത്ത് പുറത്ത് വെച്ചാലാണ് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലേക്ക് വെക്കുന്നുണ്ട്. വെള്ളത്തിലിരുന്നത് മെൽറ്റാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. ഇതിനിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് തേങ്ങയും ജീരകവും ആണ് ഇപ്പോൾ എടുത്തേക്കണത്. ആവശ്യമുള്ളവർക്ക് ഏലക്കായ എടുക്കട്ടെ. എനിക്കിപ്പോൾ ഏലക്കായ ഇവിടെ എല്ലാവർക്കും നെഞ്ചിരിയണവരെ ഞാൻ ഏലക്ക എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ഇനിയിപ്പോൾ നമ്മൾ എടുക്കണത് ആട്ടപ്പൊടിയാണ്. അത് ആട്ടപ്പൊടി പകരം അരിപ്പൊടി എടുക്കാം. അപ്പം ഞാൻ ഈ ചിരകി വെച്ചേക്കണ തേങ്ങയും ജീരകവും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആട്ടപ്പൊടിയിലേക്ക് ഒരു നുള്ള് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇട്ടിട്ട് അതിനകത്തേക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങയും ജീരകവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണ മാമ്പഴത്തിൻ്റെ പൾപ്പും കൂടി അതിനകത്ത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട വിട്ടിട്ടില്ല, എന്നാലും നല്ല തണുപ്പാണ് ഇപ്പോൾ. അപ്പോൾ ഇത്തിരി കൂടി നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ആ മിക്സ് ഒരു ഇലയിലേക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് പൊട്ടിയ ഇല ആയതുകൊണ്ട് കുറച്ച് ഇല കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാനത് കുറേശ്ശെ പരത്തി എടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ അത് മടക്കി കൊടുക്കാം. ഇതിനകത്തിപ്പോൾ ഞാൻ തേങ്ങയോ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണേ കൂട്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് വട്ടയപ്പം ഉണ്ടാക്കാനാണ്. അത് ഒരു പ്ലേറ്റിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് മാവ് നല്ലോണം നൈസായിട്ടാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്ത് കിട്ടി, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കനം കുറച്ചായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ കനം കുറച്ചിട്ടാണ്, തീരെ കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്, നൈസായിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴ വട്ടയപ്പം. ഇടയ്ക്കിടയ്ക്ക് പേര് മാറിപ്പോണ്ട് ചക്കവട്ടയപ്പം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് വായിൽ ചക്കവട്ടയപ്പം എന്ന് പറയാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. തീരെ നൈസായിട്ട് കേട്ടോ, അത് കാരണം എനിക്ക് വേഗം വെന്തും കിട്ടി. ഇതാണ് നമ്മുടെ മാമ്പഴ വട്ടയപ്പം. ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ട കളറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ശർക്കര ചേർത്തേന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് കളർ കിട്ടില്ല, കാരണം നമ്മൾ 5-6 സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. മാമ്പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാനത് പറയാൻ വിട്ടുപോയി. അതാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പഞ്ചസാര ചേർക്കാൻ കാര്യം. അപ്പോൾ ഒന്നുകൂടി ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാമ്പഴ വട്ടയപ്പം. കണ്ട തീരെ നൈസാണ്, അത് കാരണം ഒടിഞ്ഞൊടിഞ്ഞു പോകണ്ട. ആ കളറ് കണ്ടില്ലേ, പഞ്ചസാര ചേർത്ത് കണ്ടാണ് അങ്ങനത്തെ കളർ കിട്ടിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്രൗണിഷ് കളറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതുവരെ ചേർത്ത് നോക്കിയിട്ടില്ല. ഇത് ഞാൻ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല, ശർക്കര ചേർത്ത് നോക്കിയിട്ടില്ല എങ്ങനെയുണ്ട് കളറെന്നുള്ളത്. നിങ്ങളൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ ഒരു ഇലയുടെയും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇലയുടെ. ഇതിന് സോഫ്റ്റാണ്, പക്ഷേ വട്ടയപ്പാണ് എനിക്കിഷ്ടപ്പെട്ടത്. കാരണം അതിനകത്ത് നെയ്യും കൂടി ചേർന്നപ്പോൾ ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതേമാതിരി ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.